അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത റഷ്യയിലെ ഭീകരാക്രമണം സംബന്ധിച്ചാണ്. ഭീകരാക്രമണത്തിൽ മരണം 60ആയി ഉയർന്നിരിക്കുകയാണ്. 145 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. തലസ്ഥാനത്ത് ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ച് റഷ്യയ്ക്ക് ഒരു മാസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ലക്ഷ്യം, ആവശ്യം, അങ്ങനെ എന്തെങ്കിലും ISന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തീർത്തും അപ്രതീക്ഷിതമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം റഷ്യയിൽ ഇത്തരത്തിലൊരു ആക്രമണം, പ്രത്യേകിച്ച് IS പോലുള്ള ഒരു ഭീകര സംഘടനയുടെ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം ഒരു 2 വർഷത്തോളമായി റഷ്യയെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ISIS-K എന്ന് പറഞ്ഞ വിഭാഗം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകൾ ഇസ്ലാം വിരുദ്ധമാണെന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റിനെതിരെയുള്ള പരാമർശങ്ങളടക്കം അല്ലെങ്കിൽ റഷ്യൻ നിലപാടിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ISIS-K എന്ന വിഭാഗം രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മോസ്കോയിൽ, ഇന്നലെ എന്ന് പറയാനൊക്കില്ല, ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് ശേഷമാണ് അവിടെ മോസ്കോയിൽ ക്രോക്കസ് സിറ്റി ഹാളിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അംഗ സംഘം, സായുധരായ 5 അംഗ സംഘം അവിടെ പിക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നതിനിടയിൽ കാണികൾക്കിടയിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ, വെടിവെപ്പിന് പിന്നാലെ തന്നെ സിറ്റി ഹാളിൽ അഗ്നിബാധയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 60ഓളം പേരാണ് ഇപ്പോൾ മരിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 145-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഇത്തരത്തിലൊരു ആക്രമണ സാധ്യതയെക്കുറിച്ച്, അതായത് അമേരിക്ക അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു 6 മാസത്തിനിടയിൽ അത്തരത്തിലൊരു ആക്രമണം നടക്കാനൊരു സാധ്യതയുണ്ടെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിലവിലൊരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് യുക്രൈനുമായുള്ള യുദ്ധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിന് പിന്നാലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും മറ്റ് ഉപരോധങ്ങളും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണവും കൂടി റഷ്യയ്ക്ക് മേൽ വരുമ്പോൾ അത് പുടിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പുടിന്റെ എതിരാളിയായിരുന്നു, അല്ലെങ്കിൽ എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്ന നവൽനിയുടെ മരണത്തിന്റെയൊക്കെ പിന്നാലെ ഉണ്ടാകുന്ന ഈ ഒരു സംഭവം വലിയ സമ്മർദ്ദവും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനുള്ളിലും പുടിനെതിരെയുള്ള വിമർശനവും അതുപോലെ തന്നെ എതിർപ്പും ഒക്കെ ഉയരാൻ ഇടയാക്കുമെന്നതിൽ തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം തീവ്രവാദത്തിനപ്പുറം മറ്റു തരത്തിലും ഇതിന് പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും മോസ്കോയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഒരു മാസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്.